Hi friends, welcome back to my channel. ഞാൻ സുഫ്വാൻ. ഞാനൊരു വെറൈറ്റി ഡിവൈസിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു സൗണ്ട് സ്പൂഫിംഗ് ഡിവൈസ്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഈ ഒരു ഒറിജിനൽ ശബ്ദം മാറ്റിയിട്ട് നമുക്ക് മറ്റൊരു ഡിഫറൻസ് ശബ്ദം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഡിവൈസാണ്. അപ്പോൾ ഇത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഡിവൈസ് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഡിവൈസ് ബോക്സ് വരുന്നത്. നമ്മുടെയൊക്കെ ജോമെട്രി ബോക്സിനൊക്കെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു ബോക്സിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് മീഡിയം ചൈന എന്ന് പുറത്തുതന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക പേരോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു കവറ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ബോക്സാണ് ലഭിക്കുന്നത്. ഇതുപോലൊരു ബോക്സ്. ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് തന്നെ യൂസർ മാനുവൽ കാണാൻ സാധിക്കുക. ഇതാണ് യൂസർ മാനുവൽ വരുന്നത്. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു ചെറിയൊരു ഇത് നമുക്കിതിൽ കണ്ടു മനസ്സിലാക്കാം. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് കുറച്ച് കേബിൾസാണ്. കേബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വരുന്നത് ഒരു ഓക്സ് കേബിളാണ്. പിന്നെ ഒരു മൈക്രോ USB ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നീടാണ് നമ്മുടെ ഡിവൈസ് വരുന്നത്. ഇതിനുള്ളിലായിട്ട് നമുക്ക് ആ ഡിവൈസ് കാണാം. ഈ ഒരു ബ്ലാക്ക് നിറത്തിലുള്ള ആ ഡിവൈസ് കവറിനുള്ളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കവർ പോയിട്ടുണ്ടാവും. അതെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കവറൊന്ന് ഫില്ല് ചെയ്താൽ കവർ ഫില്ല് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ് വരുന്നത്. വളരെ ചെറിയൊരു ഡിവൈസ്, നമുക്ക് കയ്യിലൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ചെറിയൊരു ഡിവൈസാണിത്. ഇതിൽ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ കുറേയധികം ബട്ടൺസും ഇവിടെയായിട്ട് കുറേ എഴുതിയിട്ട് LED ഇൻഡിക്കേഷൻസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ എന്തൊക്കെയാണ് നമുക്കൊന്ന് കൂടുതലായിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പവർ ഓൺ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കൊന്ന് പവർ ഓൺ ചെയ്യാം. ഇപ്പോൾ ഇതാ പവർ ഓൺ ആയിട്ടുണ്ട്. പവർ ഓൺ ചെയ്യുമ്പോൾ ഇതാ ഇവിടെ ഒറിജിനൽ സൗണ്ട് എന്ന് കാണുന്നുണ്ട്. ഒരു ഗ്രീൻ LED ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട്. അങ്ങനെ ഇതിലായിട്ട് 4 ബട്ടൺസാണുള്ളത്. ഒരു സൗണ്ട് ബട്ടണ്, ഒരു വോയിസ് ബട്ടണ്, പിന്നെ വോളിയം അപ്പ്, വോളിയം ഡൗൺ, പവർ ബട്ടൺ. ഇത്രയും ബട്ടൺസാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ കണക്ഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിന് നമുക്ക് ഓക്സ് ഉപയോഗിച്ച് മൊബൈൽ കണക്ട് ചെയ്യാനുള്ള പോർട്ടാണത്. അതിനുശേഷം നമുക്ക് താഴെയായിട്ട് ഹെഡ്ഫോൺ ജാക്ക്, പിന്നെ ഒരു ചാർജിങ് കണക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിലായിട്ട് ഇൻബിൽഡ് ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഇതിൽ ചാർജ് കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോൾ ചെയ്യുമ്പോഴൊക്കെ ഇത് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയായിട്ട് മൈക്കൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ സാധിക്കും. ഏതായാലും ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ഡിവൈസ് മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യണം. അതിന് ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഓക്സ് കേബിൾ ഇവിടെ കണക്ട് ചെയ്യാം. ശേഷം നമ്മുടെ മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്യണം. മൊബൈൽ ഫോണിൽ 3.5mm ജാക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഐഫോണിലാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഐഫോണിൻ്റെ ഈ ഒരു കണക്ടർ സെലക്ട് ചെയ്യാണ്. ലൈറ്റ്നിങ് ടു 3.5mm ജാക്കിൻ്റെ കണക്ടർ. ഇതെടുത്ത് നമുക്ക് മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്യാം. ശേഷം ഇതിൻ്റെ മറുവശത്തായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഹെഡ്ഫോൺ ആണ്. ഹെഡ്ഫോണിന് പകരം ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ലാഫ്ലിംഗ് മൈക്കിൻ്റെ കണക്ഷൻ കൂടി കൊടുക്കട്ടെ. കണക്ഷൻ പൂർത്തീകരിച്ചിട്ട് ഇപ്പോൾ ഞാൻ വരാം. ഇപ്പോൾ എൻ്റെ കണക്ഷൻ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഡിവൈസ് ഞാൻ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്തതുപോലെ ഓക്സ് കേബിൾ വെച്ചിട്ട് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഹെഡ്ഫോണിന് പകരം ഞാനൊരു മൈക്ക് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഒറിജിനൽ സൗണ്ട് എന്നുള്ളതാണ്. ഒറിജിനൽ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സൗണ്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാജിക് സൗണ്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഈ ഒരു സൗണ്ട് ക്വാളിറ്റിയിൽ മാറ്റം വരും. പിന്നെ അടുത്തുള്ളത് ഗെർമിനേഷൻ സൗണ്ടാണ്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഈ സൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പോ ആ ഒരു എഫക്റ്റിലാണ് നിങ്ങൾ കേൾക്കുന്നത്. ഈ ഒരു എഫക്റ്റിലെ സൗണ്ട് മാറ്റം വരാം. ഞാനിപ്പോ സംസാരിക്കുന്നതൊക്കെ സെയിം ക്വാളിറ്റി തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിന്റെ പ്രത്യേകത കൊണ്ടാണ് ഇതുപോലുള്ള ഔട്ട്പുട്ട് ലഭിക്കുന്നത്. പിന്നെ ഡീപ്പ് എഫക്റ്റ് വരുന്നുണ്ട്. ഡീപ്പ് എഫക്റ്റിൽ ഇപ്പോൾ സെലക്ട് ചെയ്തപ്പോൾ ആ സൗണ്ട് ക്വാളിറ്റി ഇപ്പോൾ മാറി ഡീപ്പ് എഫക്റ്റിലേക്ക് മാറി. ഇനി നമുക്ക് വോയിസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് മെയിൽ ടു ഫീമെയിൽ, ഫീമെയിൽ ചേഞ്ച് എന്നിങ്ങനെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെയിൽ ടു ഫീമെയിൽ എന്നുള്ള ഇതിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഈ ഒരു വോയിസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ വോയിസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് ഈ ഒരു മെയിൽ ടു ഫീമെയിലേക്ക് വരുന്ന വോയിസ് ചേഞ്ച്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതിന്റെ ഈ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാവും. ഒറിജിനൽ സൗണ്ട് ഒരു പ്രാവശ്യം കൂടി കേൾക്കാം. ഇതാണ് ഇപ്പോൾ ഒറിജിനൽ സൗണ്ട്. ഞാൻ വോയിസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഒരു മാറ്റം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ചേഞ്ച് ചെയ്തിട്ടാണത്. ചേഞ്ച് ചെയ്തപ്പോൾ ഈ ഒരു സൗണ്ട്. ഇനി ഫീമെയിൽ ചേഞ്ച് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റാം.
ഇതാണ് ഫീമെയിൽ ചേഞ്ചിൽ വരുന്ന ഓപ്ഷൻ മാറ്റം വരുന്നത്. ഇനി അടുത്തായിട്ട് ലോലി എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. ഇതൊക്കെ വോയിസ് എന്നുള്ള ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ലോലി എന്നുള്ള ഓപ്ഷനിലാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി. ഇനി ബേബി വോയിസ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ബേബി വോയിസ് കൂടി ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ബേബി വോയിസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വോളിയം ഇതിലായിട്ട് കൂട്ടാനും കുറക്കാനും ഒക്കെ സാധിക്കും. ഇപ്പോൾ വോളിയം കുറക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വോളിയം ഔട്ട്പുട്ട് മാറ്റം സംഭവിക്കും. ഇനി നമുക്ക് ഇതിന്റെ സൗണ്ട് കൂട്ടുവാനും കുറക്കാനൊക്കെ സാധിക്കും. അതിനായിട്ട് ഈ ഒരു വോളിയം പ്ലസ് മൈനസ് ബട്ടൺ ഉപയോഗിച്ച് നിയന്ത്രിക്കാം. പിന്നെ ഓൺ ഓഫ് ബട്ടൺ, അതിന് താഴെയായിട്ട് ചാർജിങ് ഇൻഡിക്കേഷനും കൊടുക്കുന്നത്. ഇത്രയും തന്നെയാണ് ഈ ഒരു ഡിവൈസിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി കൂടി ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ട് ഖത്തറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. ഏതായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.